നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വരികയാണ്. 2 ഘട്ടങ്ങളിലായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ 73% പോളിംഗ്. കഴിഞ്ഞ വർഷം 75% പോളിംഗ് നടന്ന ഈ വിധിയെക്കുറിച്ച് ഇരു മുന്നണികളും വലിയ ആത്മവിശ്വാസമാണ് പുലർത്തുന്നത്. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിൽ വീണ്ടും തങ്ങൾ അധികാരത്തിൽ വരും, അതിൻ്റെ ഒരു തുടക്കമാണ് ഈ വിധിയെന്നാണ് CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി എന്നറിയിച്ച. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ED സതീശനും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇതൊരു വലിയ അവരെ സംബന്ധിച്ചൊരു വലിയ വിജയമായിരിക്കും കാത്തിരിക്കുന്നതെന്ന് കൂടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത് കൊച്ചി കോർപ്പറേഷൻ അവർ തിരിച്ചുപിടിക്കും, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നില മെച്ചപ്പെടുത്തുമെന്ന് കൂടിയിട്ട് UDF പറയുന്നുണ്ട്. ഇരു മുന്നണികളും BJPക്ക് വലിയ സാധ്യതയൊന്നും പറയുന്നില്ല എന്നാണ് നമ്മൾ കാണേണ്ടത്. ഈ വിധി എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം ദൗസ്, നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു റിസൾട്ട് നമ്മുടെ മുന്നിലുണ്ട്. അതിപ്പോൾ നിലമ്പൂരാകട്ടെ അല്ലെങ്കിൽ തൃക്കാക്കരയാകട്ടെ പാലക്കാടാകട്ടെ, ഇതിലൊക്കെ UDF ഒരു വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുകയും വലിയ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അതിൽ VD സതീശൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ വലിയ രീതിയിൽ അഭിനന്ദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ UDF അങ്ങനെ ഒരു ചിത്രത്തിലുണ്ടായിരുന്നോ, പ്രചാരണത്തിലോ അല്ലെ സർക്കാരിനെതിരെയുള്ള വിവാദങ്ങളെ ആയുധമാക്കുന്നതിലോ? മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? UDFൻ്റെ ഇത്തരം അവകാശവാദങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, UDFൻ്റെ അവകാശവാദങ്ങൾ അവർ ഓഫ് കോഴ്സ് വളരെ വലിയ തോന്നി. ഇപ്പോൾ അടൂർ പ്രകാശ് ഇന്നലെ നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ വലിയ അവകാശവാദങ്ങളാണ് വെച്ചിരിക്കുന്നത്, വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. VD സതീശനും വലിയ പ്രതീക്ഷയാണ് വെക്കുന്നത്. അതേപോലെ തന്നെ അപ്പുറത്തെ ക്യാമ്പും LDF ക്യാമ്പും അവർ വലിയ ശുഭപ്രതീക്ഷ വെച്ചുകൊള്ളുന്നുണ്ട്. പക്ഷേ സാമാന്യമായിട്ട് നമ്മൾ കാണേണ്ടത്, ഇപ്പം സികേഷ് ഇവിടെ പറഞ്ഞാൽ ഓരോ ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി ഇലക്ഷൻ, ഇതെല്ലാം ഓരോന്നും ഓരോ പാറ്റേൺ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഈ നിയമസഭയിൽ ഇങ്ങനെ ആവും എന്നൊന്നും നമുക്ക് ഒരു നിലക്കും കാണാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ പാറ്റേൺ ആണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംസ്ഥാന തലത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് വലിയൊരു വിധിയെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമാവില്ല. ലോക്കലി, അതായത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുള്ള അതായത് വാർഡുകളിലുള്ള പ്രശ്നങ്ങൾ, അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥി, അതൊക്കെയാണ് ഏറ്റവും പ്രധാന പരിഗണനകളാകുന്നത്. പൊതുവായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഓഫ് കോഴ്സ് അത് ചർച്ചയിൽ വരും. ചിലപ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ചിലപ്പം സ്വാധീനിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ അസംബ്ലി ഇങ്ങനെയായിരുന്നു, ആ നിലക്ക് കണ്ട് ഒരു ശരിയായ വിശകലനത്തിലെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പൊതുവെ കേരളത്തിൻ്റെ പാറ്റേൺ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ആർക്കാണ് ഉണ്ടാകുന്നത്? UDFനാണ് ഉണ്ടാകുന്നത്. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ആർക്കാണ് ഉണ്ടാകുന്നത്? LDFനാണ്. അത് കാലങ്ങളായുള്ളൊരു പാറ്റേൺ ആണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ CPMും കോൺഗ്രസും മത്സരിക്കുമ്പോൾ ആർക്കാണ് പ്രാധാന്യം കൂടുതൽ? കോൺഗ്രസ്സിനാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്ലെയർ, CPMനേക്കാൾ പ്രധാനപ്പെട്ട പ്ലെയർ കോൺഗ്രസ്സാണ്. ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ടൈറ്റായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് വിധേയമായി ആളുകൾ വോട്ട് ചെയ്യുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ്? അത് പ്രാദേശിക സംഘാടനം, പ്രാദേശിക വികസനം, പിന്നെ അവിടെയുള്ള സ്ഥാനാർത്ഥികളുടെ ഡിപ്ലോയ്മെൻറ്റ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. UDF എപ്പോഴും അതിൽ പരാജയപ്പെടുന്നു. പിറകിലാ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥി നിർണ്ണയമാണ്. ഇപ്പോൾ ഒരു വാർഡിൽ തന്നെ 1/2 ഡസനോളം സ്ഥാനാർത്ഥികൾ, UDFൻ്റെ സ്ഥാനാർത്ഥികളുണ്ടായത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഗ്രൂപ്പിസം കാരണം അവർക്ക് എപ്പോഴും ഒരു സ്ഥാനാർത്ഥിയും ഒരു വിമതനും എന്നുള്ളതാണ് അവരുടെ പാക്കേജ് എന്ന് പറയുന്നത് തന്നെ. വിമതനെ ഒഴിവാക്കിയെടുക്കാൻ ഉള്ള ശ്രമങ്ങൾ നടക്കും. ചിലപ്പോൾ വിമതനം മത്സരിക്കും, എന്നിട്ട് വിമതൻ ജയിക്കും, എന്നിട്ട് ജയിച്ച വിമതനെ പാർട്ടിയുടെ ഭാഗമാക്കും. ഇങ്ങനെയൊക്കെയുള്ള പല കലാപരിപാടിയുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്ട്രെങ്ത് CPMാണ്. CPMൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിൻ്റെ സംഘടനാ സംവിധാനമാണ്. ആ സംവിധാനം ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടം പോലെ പുഷ്പം പോലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പറ്റും. സ്ഥാനാർത്ഥി നിശ്ചയിച്ച് കഴിഞ്ഞാൽ പക്ക അത് പിന്നെ പ്രചാരണത്തിലേക്ക് ഇറങ്ങാമെന്നാണ്. ആ ഒരു അപ്പർ ഹാൻഡ് ഉള്ളതുകൊണ്ട് കാരണം ഇതൊരു സംഘടനാ മെഷീനറിയും സംഘടനാ അച്ചടക്കവും വളരെ പ്രധാനമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അതിലെപ്പോഴും സ്വാഭാവികമായിട്ടും അപ്പർ ഹാൻഡ് LDFന് തന്നെയാണ്. വളരെ ഇപ്പോൾ UDFൻ്റെ കയ്യിൽ 3 ജില്ലാ പഞ്ചായത്തല്ലേ ഉള്ളൂ. എറണാകുളവും മലപ്പുറവും വയനാടും. ചില സമയങ്ങളിൽ കോട്ടയം അവർക്ക് കിട്ടാറുണ്ട്, ഇടുക്കി, പത്തനംതിട്ട. ജില്ലാ പഞ്ചായത്തുകളുടെ ഇതിൽ പോലും ആ ഒരു ലെവലിനപ്പുറം പോകാൻ ഒരിക്കലും UDFന് പറ്റാറില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിലും LDFന് തന്നെയായിരിക്കും അപ്പർ ഹാൻഡ് ഉണ്ടാവുക. അപ്പർ ഹാൻഡ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ UDFനേക്കാൾ അപ്പർ ഹാൻഡ് ഉണ്ടാവുക LDFനായിരിക്കും. പക്ഷേ കഴിഞ്ഞ 2020
തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ നില തുടരാൻ LDFന് സാധിക്കുമെന്ന് വെച്ചാൽ അതുണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ഉള്ളതിനേക്കാൾ UDF ചെറിയ രീതിയിൽ മെച്ചപ്പെടുത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഇപ്പം രാഷ്ട്രീയ പ്രശ്നങ്ങൾ നോക്കുകയാണെങ്കിൽ ശബരിമല വളരെ പ്രധാനമാണ്. ശബരിമല ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ളത് അത് സ്വാധീനിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ മറികടക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം CPM വളരെ സജീവമായി പുറത്ത് എടുത്തിരുന്നു. പക്ഷേ അത് സമാനമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഒരു കേസിൽ പ്രതിയായ ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ MLA ആയിരിക്കുന്നു എന്നതടക്കമുള്ള ഈ പറയുന്ന പോളിങ്ങിൻ്റെ ദിവസം മുഖ്യമന്ത്രി പറയുന്നുണ്ട് സ്ത്രീലമ്പടന്മാരുടെ ക്യാമ്പാണ് UDF എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ എന്താണ് കേരളത്തിൽ ഈ സ്വഭാവത്തിലുള്ള ആരോപണം ഏറ്റവും അധികം നേരിട്ട ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത അവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ CPM ഏറ്റവും അധികം തെരഞ്ഞെടുപ്പിൽ ഊന്നിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂരാണ് അതിൻ്റെ പാരമ്യത്തിൽ കണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിയിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിക് ക്യാമ്പയിൻ. ഇപ്പോൾ കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രസംഗിക്കാറുണ്ട്. എന്താണ്, നിങ്ങൾ ഇവിടെ കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേലായിരിക്കും മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. പർവേസ് മുഷറഫും തമ്മിലുള്ള മത്സരമാണ്. ഈ മട്ടിലൊക്കെയാണ് അദ്ദേഹം അവിടെ പ്രസംഗിക്കാറ്. ഏതാണ്ട് അതേ പാറ്റേൺ തന്നെയാണ് ഗോവിന്ദ മാഷും പിണറായി വിജയൻ സ്വീകരിച്ചത്. എല്ലാ ദിവസവും രാവിലെ പല്ല് തെച്ച് കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പരമാവധിയിൽ നിലമ്പൂരിൽ അവർ സ്വീകരിച്ചു. പഹൽഗാം ആക്രമണത്തെ സ്വാഗതം ചെയ്തവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പോലും RSSകാർ പോലും പ്രചരിപ്പിക്കാത്ത ക്യാമ്പയിൻ നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അപ്പോൾ ഈ നിരന്തരമായ ഒരു മുസ്ലിം സംഘടനയെ മുൻനിർത്തി ഭീതി പടർത്തുക, അതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം വിരുദ്ധതയുണ്ടാക്കി ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുക, ഈ തന്ത്രമാണ് കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായിട്ട് CPM സ്വീകരിക്കുന്നത്. അത് വർക്ക് ചെയ്തിട്ടില്ല. അത് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കരുതിയിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഈ മുസ്ലിം ഭീകരത ഇവിടെ ഇങ്ങനെ വളരുകയാണ്. അതിനെ തടയാൻ വേണ്ടി വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ CPMനല്ല വോട്ട് ചെയ്യുക. അവരപ്പുറത്ത് താമരയുണ്ട്, അവർക്കാണ് വോട്ട് ചെയ്യുക. പക്ഷേ ഈ ക്യാമ്പയിൻ CPMനെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ മതേതര വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. ഇതൊരു ഭൂരിപക്ഷ ഏകീകരണത്തിന് വേണ്ടി, ഹൈന്ദവ ഏകീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന ആ ഒരു ബോധ്യം മുസ്ലിം ന്യൂനപക്ഷത്തിലേക്ക് വ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട്. അത് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ മനസ്സിലാവും, നിലമ്പൂർ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ പ്രതിഫലം നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ഇതിനകത്ത് പറയും. പക്ഷേ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ടോട്ടൽ നമ്പേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ LDF തന്നെയായിരിക്കും അപ്പർ ഹാൻഡ് ഉണ്ടാവുക. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ UDF ചെറിയ രീതിയിൽ മെച്ചപ്പെടുത്തും. ചില കോൺഗ്രസ് നേതാക്കളൊക്കെ അത്ഭുതകരമായ ചില റിസൾട്ടുകൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അവർ ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എനിക്കറിയില്ല. എൻഡ് ഓഫ് ദി ഡേ ഇതെന്ന് പറഞ്ഞാൽ കണക്കുകളുടെ ഒരു കളിയാണ്. കാരണം കുറേ പതിനായിരക്കണക്കിന് വാർഡുകൾ, ആയിരക്കണക്കിന് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ്. ഇത് ഓരോ പാർട്ടിയും ഓരോ കണക്കുകൾ പറയും, ഓരോ മുന്നണിയും ഓരോ കണക്കുകൾ പറയും, അവകാശവാദങ്ങൾ ഉന്നയിക്കും, ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. എന്താണ് കൃത്യമായ സൂക്ഷ്മമായ ടാലി എന്താണെന്നൊക്കെ ആളുകൾ അറിഞ്ഞു വരുമ്പോഴേക്ക് ദിവസം എടുക്കും. നാളെ ജനങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകുന്ന കാര്യം എത്ര ജില്ലാ പഞ്ചായത്തിൽ എത്ര ആൾക്ക്, എത്ര കോർപ്പറേഷൻ എത്ര ആൾക്ക് എന്നുള്ളതായിരിക്കും. അതിൽ നിശ്ചയമായിട്ടും LDFന് ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവുകയും ചെയ്യും. ജിംസ്, നമുക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മുന്നിലുണ്ട്. അന്ന് BJP അടക്കമുള്ള പാർട്ടികൾ അവർ മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലങ്ങൾ അല്ലെ പഞ്ചായത്തുകളൊക്കെ പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ തന്നെ കുറേ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കഴിഞ്ഞ് രണ്ടാമത് അവർ ഒന്നേക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തടക്കം ഇവർ വലിയ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു. BJP കോൺഗ്രസ് അല്ലെങ്കിൽ LDFനൊക്കെ അതൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്നൊരു നമുക്ക് തോന്നുന്ന വിധത്തിലുള്ളതാണ് നമ്മൾ കണ്ടിരുന്ന പ്രതികരണങ്ങളും. ശരിക്കും BJPക്ക് അത്തരം ഒരു സാധ്യതയോ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് അത്തരം ഒരു മെച്ചമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പോലും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അവർ അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ വലിയ തോതിലുള്ള സന്നാഹം സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉൾപ്പെടെ പ്രചാരണത്തിൽ ഉൾപ്പെടെ അവർ നടത്തിയിട്ടുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല, കേരളത്തിനെമ്പാടും ഓരോ വാർഡിലും മറ്റ് രണ്ട് മുന്നണികളോടും ശക്തമായി മത്സരിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ അവർക്കുണ്ട് എന്ന് അവരുടെ പ്രചാരണം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും.
അത്രമാത്രം പണം ചെലവഴിച്ചിട്ടുണ്ട്, പ്രചാരണ സാമഗ്രികളുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ അത്ര മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ മാധ്യമങ്ങൾ പലരും ചൂണ്ടിക്കാട്ടിയതാണ്, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ആർട്ടിക്കിൾ തന്നെ അതിനെക്കുറിച്ച് വന്നിരുന്നു. കേരള കോൺഗ്രസ്സുകളേക്കാൾ കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ കൂടി BJP ആണ് ഡിപ്ലോയ് ചെയ്തത്. അത് ചെറിയ നേട്ടമല്ല BJPയെ സംബന്ധിച്ച്. അവർക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ BJP കുറി അപ്രതീക്ഷിതമായ നേട്ടമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനർത്ഥം എല്ലാം പിടിച്ചെടുക്കുമെന്നോ ഏതെങ്കിലും കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ പോലും അവർ ഭരിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ അവർ നേട്ടം ഉണ്ടാകും, അവർ കുറേ കൂടി സീറ്റ് നേടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ സീറ്റ് നേടാനുള്ള കാരണം, അതിൻ്റെ കാരണം നമ്മൾ തേടിപ്പോയി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോയാൽ മതി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? CPMൻ്റെ കോർ വോട്ട് ബാങ്കിൽ നിന്ന് കുറേ അധികം വോട്ടുകൾ BJPയിലേക്ക് ഒഴുകി പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം തേടി നമ്മൾ അധികം പോകേണ്ടതില്ല, 2020 പോയാൽ മതി. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്നൊരു ക്യാമ്പയിൻ RSSൻ്റെ കവേർഡ് ക്യാമ്പയിനായിരുന്നു. അത് വികസിച്ച് എന്തായി മാറി? കമ്മ്യൂണൽ പോളറൈസേഷൻ ആവശ്യമായ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പയിനായി വൺ ഇന്ത്യ വൺ പെൻഷൻ മാറുകയാണ്. വൺ ഇന്ത്യ വൺ പെൻഷൻ പിന്നെ കാണുന്നേയില്ല. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും വൺ ഇന്ത്യ വൺ പെൻഷൻ അപ്രത്യക്ഷമാവുകയും വളരെ പെട്ടെന്ന് തന്നെ ഈ കേരളത്തിൽ 2 പ്രധാനപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങളെ അകറ്റാൻ വേണ്ടിയുള്ള മെറ്റീരിയലാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർന്നു. അതിന് അവർക്ക് നേട്ടം ഉണ്ടാകുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ആ പോളറൈസേഷനുള്ള നേട്ടമാണ് 2021 അസംബ്ലി ഇലക്ഷനിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇനി വരാൻ പോകുന്നത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടാകുന്നത്. അതിന് എഫക്റ്റ് ഉണ്ടാകുമെങ്കിൽ അവരത് പൂർവാധികം ശക്തിയോടെ തുടരും. അവർ തുടരുന്ന ആ ക്യാമ്പയിൻ ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ഗുണഫലം ഉണ്ടാകുമോ എന്നാണ് CPM വേറൊരർത്ഥത്തിൽ നോക്കുന്നത്. അത് എന്നാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിനല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിനാണ്. പക്ഷേ ആ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിനും ശക്തിപ്പെടുത്തുക BJP തന്നെയാണെന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂലം തെളിയിക്കും. ഇനി മറ്റൊരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ 95 മുതലുള്ള കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ LDFന് തന്നെയാണ് എപ്പോഴും മുൻതൂക്കം. അതിൻ്റെ കാരണം ദിവസം വിശദമായിട്ട് പറഞ്ഞു, അതങ്ങനെ തന്നെ ഉണ്ടാവുക. പക്ഷേ അപൂർവമായ ചില സമയങ്ങളിൽ, ഇപ്പോൾ 2010 UDFന് കുറേ കൂടി നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞത് 2010 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്താൽ പോലും മേൽക്കൈ ആർക്കാണെന്ന് ചോദിച്ചാൽ LDFന് തന്നെയാണ്. പിന്നെ ഈ തവണത്തെ പോളിംഗ് ശതമാനത്തെക്കുറിച്ചാണ് പലതരത്തിലുള്ള കണക്കുകൂട്ടലുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കൂടി കുറവാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവാണെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരണമൊന്നും നടന്നിട്ടില്ല. മാത്രവുമല്ല, കഴിഞ്ഞൊരു 5 വർഷത്തിനുള്ളിൽ, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെയുള്ള ഈ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വലിയ തോതിലുള്ള മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, സ്റ്റുഡൻസ് ധാരാളമായി പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാവും, അവരുടെ പേര് അവിടെ ഉണ്ട്, അവർ വല്ലതും വോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞതായിരിക്കാം. പക്ഷേ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നല്ല തോന്നുന്നത്, ആളുകൾ ആവേശത്തോടെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കേരളത്തിലുള്ള ആളുകൾ ആവേശത്തോടെ ഇറങ്ങി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരംഗമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു തരംഗം ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു പോളിംഗ് ശതമാനമല്ല ഇത്. പക്ഷേ തരംഗമുണ്ട്, അതൊരു വളരെ നിശബ്ദമായ തരംഗമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ശബരിമല വിഷയം വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അത് പോളിംഗ് ശതമാനത്തിലെ വർധനവായിട്ടാണോ, അത് പോളിംഗ് ശതമാനം കുറയാൻ കാരണമായിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആളുകൾ വോട്ട് ചെയ്യേണ്ട, വീട്ടിലിരുന്ന് കളയാമെന്ന് ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടോ, അതല്ല ആളുകൾ ആവേശത്തോടെ വന്ന് കുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ആവേശത്തോടെ വന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് BJPക്കും UDFനുമാണ് ഗുണം ചെയ്യുക. ഞാൻ ഒന്നാമത് BJP പറയാൻ കാരണം അത് കുറേ കൂടി ഉപകാരപ്പെടുക, ആ വിഷയം അതിലെ ജനരോഷം കുറേ കൂടി നന്നായിട്ട് ഉപകാരപ്പെടുക BJPക്കാണ്. UDF അത് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു ക്യാമ്പയിൻ മെറ്റീരിയലാക്കി ശബരിമല വിഷയത്തെ മാറ്റി തരാൻ നമുക്ക് കാണാൻ കഴിയില്ല. അവരൊരു ജാഥ നടത്തി, നേതാക്കളൊന്നും 4 പ്രസ്താവന നടത്തിയെന്നല്ലാതെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അയ്യപ്പ വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള ആ മനസ്സിനേറ്റ മുറിവ് അതിനൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ UDFന് സാധിച്ചു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനൊരു നമുക്ക് എവിഡൻ്റ് ആയിട്ടുള്ള ഒരു തെളിവ് UDFൻ്റെ പ്രചാരണത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. അത് ജനങ്ങളത് മനസ്സിലാക്കി ഞങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിപ്പിക്കുമായിരിക്കുമെന്ന തോന്നലിനപ്പുറം UDF അതിനുവേണ്ടി പണിയെടുത്തിട്ടില്ല. പക്ഷേ BJPക്ക് അതിൻ്റെ ഒരു എഡ്ജ് വരാൻ കാരണം എന്താണ്? BJPയുടെ സംഘപരിവാറിൻ്റെയും പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രചാരണമാണ്. ഇടതനും വലതനും ചേർന്ന് ഞങ്ങളുടെ അമ്പലം കെട്ടുമുടിച്ചു. അത് അവർ സമൂഹത്തിൽ നേരത്തെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ അവർക്കായിരിക്കും കൂടുതൽ എഡ്ജ് കിട്ടുക എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. അതുകൂടി BJP ഗുണകരമാണ്. പക്ഷേ UDFനെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പോളിംഗ് പെർസെൻറ്റേജ് ഏറ്റവും കുറഞ്ഞിരുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2000 ആണ്ടിലേതാണ്. 66% മറ്റുമാണ് അന്ന് പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ 66% പോളിംഗ് പെർസെൻറ്റേജ് ഉണ്ടായ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു നിശബ്ദ തരംഗം ആഞ്ഞടിക്കുകയും അടുത്ത 2001 അസംബ്ലി ഇലക്ഷനിൽ UDF അധികാരത്തിൽ വരികയും ചെയ്തു. 140-ൽ 100 സീറ്റ് തന്നെ അധികാരത്തിൽ വന്നു. അപ്പോൾ ഈ പോളിംഗ് പെർസെൻറ്റേജ് കുറയുമ്പോൾ അതൊരു തരംഗത്തിൻ്റെ ആവുന്നുണ്ടെങ്കിൽ ഇവിടെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതും ഒരു തരംഗത്തിൻ്റെ സൂചനയായിട്ട് കാണണം. കാരണം
LDF നിർബന്ധമായി വോട്ട് ചെയ്യേണ്ട ഒരു ജനവിഭാഗം ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല, UDF ചെയ്യുന്നില്ല, BJP ചെയ്യുന്നില്ല, ഒരു എതിർ വോട്ട് വേണ്ട, ഞങ്ങൾ വോട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോഴും ആ കണക്കുകളിൽ നിന്ന് നമുക്കത് വിശകലനം ചെയ്യാൻ കഴിയില്ല എങ്കിൽ അത് LDF വലിയ തിരിച്ചടിയാവും. 2000 ആണ്ടിലേതുപോലെ 2010 ഈ പറയുന്ന പോലെ അങ്ങനെ വലിയൊരു പോളിംഗ് പെർസെൻറ്റേജിലല്ല. 2010 ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ 2010 ഏതാണ്ട് 75% മുകളിൽ പോയിരുന്നു പോളിംഗ് പെർസെൻറ്റേജ്. അത് UDF അനുകൂലമായിട്ടാണ് വന്നത്. പക്ഷേ ഒരു എവിഡൻ്റായ തരംഗമൊന്നുമില്ല. ശബരിമല വിഷയം അങ്ങനൊരു വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉന്നയിക്കാൻ UDF സാധിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവസാന നിമിഷവും ഈ വോട്ടെടുപ്പിൻ്റെ അന്നത്തെ ദിവസം പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സ്ത്രീലമ്പടന്മാരെ കുറിച്ചാണ്. അത് ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അങ്ങനെ ഒരു ജനങ്ങളെ അങ്ങോട്ട് സ്വാധീനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസിനെ പണി കൊടുത്തു കളയാം എന്ന് വോട്ടർമാർ ചിന്തിച്ചു എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ പ്രത്യക്ഷമായ ഒരു രാഷ്ട്രീയ തരംഗമൊന്നും നമുക്കിപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷേ നിശബ്ദമായ തരംഗങ്ങളുണ്ട്. അത് ഈ കണക്ക് വെച്ച് നമുക്ക് തെളിയിക്കാനും കഴിയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ. ഇതിൽ ഈ ചില തെരഞ്ഞെടുപ്പ് വിശാരദന്മാർ പറയുന്ന കാര്യമുണ്ട്. ഇപ്പോൾ പെർസെൻറ്റേജിന് എത്ര 73 സംതിങ് ആണല്ലോ പെർസെൻറ്റേജ് വരുന്നത്. അത് ആക്ച്വലി ഇപ്പം നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, ഇതിൽ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപാട് ആളുകൾ വിദേശത്തെ കുടിയേറി, ഒരുപാട് വോട്ടർമാർ വിദേശത്തെ കുടിയേറിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാം ഉള്ള ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടാണ് ഈ പെർസെൻറ്റേജ് കണക്കാക്കുന്നത്. ആക്ച്വലി ഇവിടെ ഉള്ള വോട്ടർമാരുടെ മാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെർസെൻറ്റേജ് മച്ച് ഹയർ ദാൻ 90%. അത്രയും വരും, 80% മേലെ വരും എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അജിംസ് പറഞ്ഞവർ എന്തോ ഒരു തരംഗം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ചില UDF നേതാക്കന്മാർ പറയുന്നത്. കിട്ടിയേക്കും. നാളെ സംഭവിക്കും. നാളെ ഏത് തരംഗമാണെന്നറിയാൻ രാവിലെ മുതൽ മീഡിയ 1 കാണണം എന്നാണ് പറയാനുള്ളത്.